ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. തിരുവല്ലോമല പട്ടിപ്പറമ്പിൽ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് നശിക്കുന്ന പൊതുകുളം നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. 27 വർഷം പഴക്കമുള്ള കുളം നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തിരുവല്ലോമല 9-ാം വാർഡിലെ പട്ടിപ്പറമ്പ് വരണംപാടത്തുള്ള അയ്യപ്പൻകാവിന് സമീപത്തെ കുളമാണ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ജീർണാവസ്ഥയിലായത്. 1999 നിർമ്മിച്ച ഈ കുളവും സമീപത്തെ കിണറും ആദ്യകാലങ്ങളിൽ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാകുമായിരുന്നുവെങ്കിലും നിലവിൽ വറ്റിവരണ്ട് നശിച്ച നിലയിലാണ്. റോഡ് നവീകരണത്തോടെ കുളം താഴ്ന്നതും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. പട്ടിപ്പറമ്പ് വരണംപാടത്തെ ഈ അയ്യപ്പൻകുളം ഇങ്ങനെ പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷത്തിലേറെയായി. അതിനിടയ്ക്ക് കഴിഞ്ഞ BJPയുടെ ഭരണസമിതിയുടെ കാലത്ത് ആദ്യ വർഷം ഒരു പദ്ധതി രൂപീകരിക്കുകയും പിന്നീട് തുടർന്ന് വന്ന കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്ത് അതൊരു ഉദ്ഘാടന മാമാങ്കം നടത്തുകയും ചെയ്തായിരുന്നു. പക്ഷേ ആ പദ്ധതി അതോടുകൂടി അവസാനിപ്പിക്കേണ്ടായിരുന്നു. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു ജലസംഭരണിയാണ് ഈ അയ്യപ്പൻകുളം എന്ന് പറയുന്നത്. ഇവിടുത്തെ കുട്ടികൾ നീന്തൽ പഠിക്കാനും മറ്റ് കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമെല്ലാം ആശ്രയിക്കുന്ന ഈ കുളം, ഇതിൻ്റെ അരികുകളെല്ലാം പൊട്ടി കുളത്തിലേക്ക് മറിഞ്ഞ് വീണ് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, റോഡിൻ്റെ നിരപ്പിൽ നിന്ന് വളരെയധികം താഴ്ന്നിട്ടാണ് നിലവിൽ ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താലുള്ള വരിവെള്ളമെല്ലാം ഇതിൻ്റെ അരികിലൂടെ ഒലിക്കുകയും ഇതിൻ്റെ വശങ്ങളിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു 2 ആഴ്ച മുമ്പ് ഈ ഗർത്തങ്ങളിൽ നിന്ന് 2-3 പാമ്പുകളെ തല്ലിക്കൊല്ലുന്ന സ്ഥിതി വരെയുണ്ടായി. ഇവിടെ ഒരു വളവോട് കൂടിയ പ്രദേശമാണ്. ഇതിന് കൈവരി ഇല്ലാത്തത് കൊണ്ടും ഈ റോഡിനേക്കാൾ താഴ്ന്നാണ് ഈ കുളം കിടക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഇതിലൂടെ വരുന്ന വാഹനയാത്രികർക്ക് വളരെയധികം അപകട ഭീഷണിയാണുള്ളത്. ഒരിക്കലും ഒരു സോപ്പ് കച്ചവടക്കാരൻ ഇതിലേക്ക് മറിഞ്ഞു പോകാൻ ഇടയായി. എന്തോ ഭാഗ്യത്തിന് തൊട്ടടുത്തുള്ള ഒരു വൈദ്യുതി തൂണിൽ വണ്ടിയിടിച്ച് നിൽക്കുകയും അദ്ദേഹം കുളത്തിലേക്ക് വീഴാതിരിക്കുകയും ചെയ്തു. മഴവെള്ളം കുത്തിയൊലിച്ച് കുളത്തിന് ചുറ്റും ഗർത്തങ്ങൾ രൂപപ്പെട്ടതും കൽപ്പടവുകൾ തകർന്നതും കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ഭീതിയുണ്ടാക്കുന്നു. തകർന്ന കൽക്കെട്ടുകളിൽ പാമ്പുകൾ പെരുകുന്നത് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നു. കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിച്ച കുളം അടിയന്തരമായി നവീകരിക്കണമെന്നും കൈവരികൾ സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് സുരേഷ് ബാബു, പൊതുപ്രവർത്തകൻ ഗിരീഷ് രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ഈ കാണുന്നതാണ് നമ്മൾ ഈ പ്രദേശത്ത് വരടമ്പാടം പ്രദേശത്ത് അയ്യപ്പൻ കുളം എന്നറിയപ്പെടുന്ന ഒരു കുളമാണ്. ഇത് ഏകദേശം 27 വർഷം മുമ്പ് 98-99 കാലഘട്ടത്തിലാണ് ഈ വരടമ്പാടം എന്ന പ്രദേശത്ത് ഈ കുളം വരുന്നത്. ഇവിടെ അതിനുശേഷമാണ് വെള്ളം, ഈ വരടമ്പാടം എന്നുള്ള ഈ ഒരു പേരിന് വിപരീതമായിട്ട് ഇവിടെ ഒരു നനവ് വന്നുള്ളത്. അതുവരെ വരണ്ട് കിടക്കുന്നതായിരുന്നു. തുടർന്ന് ഉണ്ടായിട്ടുള്ള ഈ കുളത്തിൻ്റെ നവീകരണം എല്ലാം വളരെ സമൃദ്ധമായിട്ട് തന്നെ നടന്നു വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് വരുന്ന സമയത്ത് തന്നെ ശരിക്കും വെള്ളക്കുഴി ഇറിഗേഷൻ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് പ്രഭാകരേട്ടൻ പ്രൊജക്റ്റ് കൊണ്ടുവന്ന നല്ലൊരു പ്രൊജക്റ്റായിരുന്നു. നമ്മൾ വെള്ളക്കുഴി അരക്കമരയുടെ മുകളിൽ വെള്ളം പമ്പ് ചെയ്ത് കയറ്റിയിട്ട് മറ്റേ സ്വമേധയാ വെള്ളം ഇങ്ങനെ ഈ റീചാർജ് ചെയ്തിട്ട് ഈ കുളത്തിൽ റീചാർജ് ചെയ്തിട്ട് ഇവിടെയുള്ള കുളങ്ങളും കിണറുകളായാലും മറ്റേ കന്നുകാലികൾക്കും മനുഷ്യർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലൊരു ജലസംഭരണി എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് കണ്ടിട്ട് തന്നെയാണ് ആ കുളത്തിന് പദ്ധതി വെച്ചത്. പക്ഷേ തുടർന്ന് നമുക്ക് വീണ്ടും വരടമ്പാടം എന്നുള്ള ഒരു പാടത്തിനോട് ചേർന്ന അനുയോജിച്ച രീതിയിലുള്ള ഒരു വരൾച്ച ഈ ഭാഗത്ത് തന്നെ വീണ്ടും ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ ഇത് വേണ്ട വിധം സംരക്ഷിക്കാനോ ഇതുപോലെയുള്ള ജലാശയങ്ങൾ സംരക്ഷിക്കുന്ന പദ്ധതികളോ തുടർന്ന് വന്നിട്ടുള്ള ഭരണസമിതികൾ വേണ്ട വിധത്തിൽ ഇതിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഈ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഇതെന്ന് നമുക്ക്
ഇത് കണ്ടാൽ മനസ്സിലാവും. CCV ന്യൂസ് തിരുവല്ലോമല.